ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ നിഖില മേഖലകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് മദീന മസ്ജിദ് നബവിയിൽ നടന്ന ഖുതുബയുടെ ഒരു ആശയമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അന്ത്യനാളുമായി ബന്ധപ്പെട്ട, വിചാരണയുടെ ദിനവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകൾ ഓതിക്കൊണ്ടാണ് ബഹുമാനായ ഷെയ്ഖ് അഹ്മദ് ബിൻ താലിബ് ഹഫിളഹുല്ലാഹ് ഇന്നത്തെ ഖുതുബ നിർവഹിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണ് അന്ത്യനാളിലുള്ള വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു പോയി നിൽക്കണമെന്നും ആ അല്ലാഹുവിന്റെ ലിഖാഅ് ഉണ്ട് എന്നുള്ള ആ വിശ്വാസം ഈ ലോകത്ത് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ഏതൊരു പ്രവർത്തനത്തിനും നന്മയാണെങ്കിൽ നന്മയും തിന്മയാണെങ്കിൽ തിന്മയും ലഭിക്കുന്ന നീതിപൂർവം വിചാരണ നടത്തപ്പെടുന്ന ഒരു ദിവസത്തെ പ്രതീക്ഷിക്കുമ്പോൾ അവിടെയാണ് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാനും നന്മകൾ ചെയ്ത് ഉന്നതമായ സ്ഥാനത്തെത്താനും അതുപോലെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും സത്യവിശ്വാസികൾക്ക് സാധിക്കുന്നത്. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വസിനു അഅമാലകും ഖബ്ല അൻ തുസനു. നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ നടത്തുക. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ ചെയ്യപ്പെടുന്നതിന് മുമ്പായി. വസിനു അഅമാലകും ഖബ്ല അൻ തുസനു, നിങ്ങൾ നിങ്ങളുടെ ഓരോ കർമ്മവും അളന്നു തൂക്കപ്പെടുന്ന, കൃത്യമായി വിചാരണ ചെയ്യപ്പെടുന്ന ദിവസം വരുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹുവിന് മുന്നിൽ നിൽക്കേണ്ട ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക, അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മോട് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ അൽയൗമ അമലൻ വലാ ഹിസാബ് വഗദൻ ഹിസാബുൻ വലാ അമൽ, മഹാന്മാർ പറഞ്ഞതുപോലെ ഇന്ന് കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭൂമികയാണ്, നാളെ വിചാരണയാണ്. ഇന്ന് പലപ്പോഴും നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് തത്സമയം തന്നെ വിചാരണ നേരിട്ട് കൊള്ളണമെന്നില്ല. ഇന്ന് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമുണ്ട്, എന്നാൽ നാളെ വിചാരണയുടെ ദിവസമാണ്, നാളെ കർമ്മങ്ങൾക്ക് അവസരമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി ആയത്തുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഫൈദാ നഫഖ ഫിസ്സൂരി നഫഖത്തുൻ വാഹിദ വൽ ജിബാലു ഫദുക്കതാ ദക്കതൻ വാഹിദ ഫയൗമഇദിൻ വഖഅത്തിൽ വാഖിഅ വൻഷഖത്തി السماء فهي يومئذ واهية. നിരവധി ആയത്തുകൾ ആയത്തുകൾ ഖതീബുകൾ ഓതി കേൾപ്പിച്ചു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മലക്കുകൾ ആകാശം പൊട്ടിക്കീറുകയും അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയും ചെയ്യുന്ന ദിവസം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ അർശ് വഹിച്ചുകൊണ്ട് 8 വിഭാഗം മലക്കുകൾ വരുന്ന ദിവസം, യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, അന്നേ ദിവസം നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടും. നിങ്ങളുടെ ഓരോന്നും അവിടെ പ്രദർശിപ്പിക്കപ്പെടും, ഒന്നും തൊട്ട് മറഞ്ഞു പോകുന്നില്ല. അള്ളാഹു കൃത്യമായിട്ട് പറയുന്നു. അവിടെ 2 വിഭാഗം ആളുകളാണ്. അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ, വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആളുകൾ അവിടെ സന്തോഷത്തോടെ വിളിച്ചു പറയുകയാണ്, ഹാഉം ഖറഊ കിതാബിയ, എന്റെ ഗ്രന്ഥമൊന്ന് വായിച്ചു നോക്കൂ, ഇതാ എന്റെ കർമ്മങ്ങളുടെ രേഖയൊന്ന് വായിച്ചു നോക്കൂ. ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ വിചാരിച്ചു, ഞാൻ ഉറപ്പിച്ചു, ഞാൻ വിശ്വസിച്ചു, എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ വിചാരണ വരും, അല്ലാഹുവിന്റെ മുന്നിൽ എനിക്ക് പോയി നിൽക്കേണ്ട ഒരു ദിവസമുണ്ടെന്ന് ആ വിചാരണ ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ ജീവിച്ചത്. ഫഹുവ ഫീ ഈശത്തിൻ റാദിയ, അവൻ വളരെ തൃപ്തിപ്പെട്ട ഒരു ജീവിതത്തിലായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗീയ ലോകത്ത്. ഖുദൂഫുഹാ ദാനിയ, അവിടെ പഴങ്ങൾ പറിക്കാനുള്ള പഴക്കുലകൾ അവന്റെ അടുത്ത് തന്നെ ഉണ്ട്. കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, അവിടെ പറയപ്പെടുന്നത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, നിങ്ങൾ സന്തോഷത്തോടു കൂടി തിന്നുക, കുടിക്കുക, നിങ്ങൾക്ക് അഭിവാദം, നിങ്ങൾ ആ കഴിഞ്ഞ ദിവസങ്ങളിൽ ദുനിയാവിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സൽക്കർമ്മങ്ങളുടെ ഫലമായിക്കൊണ്ട് നിങ്ങൾ ഇവിടെ ആസ്വദിച്ചു കൊള്ളുക എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. എന്നാൽ ഇതിന് നേരെ വിപരീതമുണ്ട്. വമ്മാനൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആളുകളാണെങ്കിലോ ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയ, എനിക്ക് എന്റെ കർമ്മങ്ങളുടെ രേഖ ലഭിച്ചില്ല എങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതനീ ലം ഊത
കിതാബിയ, എന്റെ കർമ്മങ്ങളുടെ രേഖ ലഭിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ വിലപിക്കുകയാണ്. വലം അദ്രി മാ ഹിസാബിയ, എന്റെ വിചാരണ എന്താണ് ഞാൻ മനസ്സിലാക്കിയില്ല. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, അവിടെ മനുഷ്യൻ പറയുകയാണ് ഇതോടുകൂടി എല്ലാം അവസാനിച്ചെങ്കിൽ, ഇതോടുകൂടിയെല്ലാം അവസാനിച്ചെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അവിടെ അവസാനിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവിടെ മറ്റൊരു ജീവിതത്തിന്റെ ആരംഭമാണ്. അവസാനിക്കാത്ത ശാശ്വതമായ ജീവിതത്തിനുള്ള ഒരു തുടക്കമാണ് അവിടെ യഥാർത്ഥത്തിൽ. മാലിയ, എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ല. ഹലക്കാനി സുൽത്താനിയ, എന്റെ അധികാരം എനിക്ക് നഷ്ടപ്പെട്ടു. എന്താണ്? ഖുദൂഹു ഫഖുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ. അവനെ പിടിച്ചു കെട്ടുക, അവനെ നരകത്തിലേക്ക് എറിയുക, 70 മുഴം നീളമുള്ള ആ ചെങ്ങലയിൽ അവനെ കോർക്കുക എന്നൊക്കെയാണ് അവിടെ പറയപ്പെടുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം എന്താണ്? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, അത്യുന്നതനായ അല്ലാഹു വിശ്വസിച്ചിട്ടില്ല, അവൻ അല്ലാഹു നിഷേധിച്ചവനായിരുന്നു. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പാവപ്പെട്ടവന് ഭക്ഷണം നൽകുന്ന ഉത്സാഹം കാണിച്ചില്ല, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചില്ല. فليس له اليوم هاهنا حميم ولا طعام الا من غسلين لا ياكله الا الخاطئون. ആ വിചാരണയുടെ ദിവസം, അന്ന് ആ രണ്ട് വിഭാഗമായിട്ട് ആളുകൾ വേർപിരിയുന്ന ദിവസം, ആ വിചാരണ ദിവസം എന്ന് പറയപ്പെട്ട ദിവസം, അതിനെക്കുറിച്ച് ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ, തഗാബുൻ, തബായിൻ എന്നൊക്കെ ഖുർആൻ വിശേഷിച്ച് കാണാൻ സാധിക്കും. ഇതിനെ നിഷേധിച്ചവർക്കെല്ലാം അത് ഉറപ്പാകുന്ന ദിവസമാണിത്. അന്ന് കൃത്യമായി ആളുകൾക്ക് ബോധ്യമാകും തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് ദുനിയാവിൽ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതിന്റെ ആ കൃത്യമായ അനന്തരഫലങ്ങൾ കൺമുന്നിൽ കാണുന്ന ദിവസമാണിത്. ആ ഏത് നിഷേധിയും അന്ന് വിശ്വസിക്കും. പക്ഷേ അന്ന് വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല. യൗമ തുവല്ലൂന മുദ്ബിരീന മാ ലക്കും മിനല്ലാഹി മിൻ ആസിം വമൻ യുദ്ലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അതുപോലെ മാ ലക്കും മിൻ മൽജഇ യൗമഇദിൻ വമാ ലക്കും മിൻ നകീർ. അന്ന് പിന്തിരിഞ്ഞോടാൻ നോക്കും, പക്ഷേ രക്ഷപ്പെടാൻ മറ്റു സ്ഥലങ്ങളില്ല. അള്ളാഹുവിന്റെ ശിക്ഷയിൽ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ആ അന്ത്യനാൾ സംഭവിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാല ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ യൗമഇദിൻ യസ്ദുറു الناس അശ്താതൻ ലിയറൂ അഅമാലഹും ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആ മഹാപ്രകമ്പനം നടക്കുന്ന ദിവസം, ഭൂമി അതിന്റെ അന്തർഭാഗത്തുള്ളതെല്ലാം പുറത്തേക്ക് തള്ളുന്ന ദിവസം, അന്ന് മനുഷ്യൻ പറയും എന്ത് പറ്റി ഭൂമിക്ക്? ആ ഭൂമി അന്ന് സംസാരിക്കും. അള്ളാഹു അതിന് ബോധം നൽകിയത് വഴി ഭൂമി സംസാരിക്കും. തന്റെ മുകളിൽ, ആ ഭൂമിയുടെ മുകളിൽ നടന്ന ഓരോ കാര്യങ്ങൾക്കും ഭൂമി സാക്ഷ്യം വഹിക്കും. അന്ന് കർമ്മഫലങ്ങൾ കാണാൻ വേണ്ടി ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് പോവുകയാണ്. വളരെ കൃത്യമാണ് കാര്യം. അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ കാണും. അണുമണി തൂക്കം തിന്മയിലോ ചെയ്തിട്ടുണ്ടെങ്കിലോ അതും അവിടെ കാണും. നന്മ ചെയ്ത് ഉന്നതമായ സ്ഥാനത്തെത്താൻ ഈ ജീവിതം നമുക്ക് അവസരമായിട്ടുള്ളതാഹു നൽകിയിരിക്കുകയാണ്. നാളെ പരലോകത്ത് ഈ ദുനിയാവിൽ പ്രവർത്തിച്ചതിന്റെ ഓരോ കൃത്യമായ അതിന്റെ കൃത്യമായ വിചാരണ നടക്കുന്ന സമയത്ത് നന്മ ചെയ്തവർക്ക് നന്മയും തിന്മ ചെയ്തവർക്ക് തിന്മയും കാണാൻ സാധിക്കുന്ന ദിവസം, അന്നേ ദിവസം ആ ഖബറുകളിലുള്ളതൊക്കെ പുറത്തു കൊണ്ടുവരപ്പെടുന്ന ദിവസം, നെഞ്ചകത്തിലുള്ളത്, മനസ്സുകൾ ഒളിപ്പിച്ചു വെച്ചത് എല്ലാം അല്ലാഹു ഒന്ന് പുറത്തു കൊണ്ടുവരും. അന്നേ ദിവസം അവരുടെ രക്ഷിതാവ് കൃത്യമായ വിവരങ്ങൾ അവരെ അറിയിക്കുന്ന ദിവസമാണ്. അതുപോലെ അല്ലാഹു പറയുന്നു, ഖാരിഅത്തുൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ് ഫഅമ്മാ മൻ തഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. നിരവധി ഖുർആനിക സൂക്തങ്ങൾ, അതിലെ നിരവധി വചനങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഖതീബ് അവர்கள் ഓരോന്നും ഓതി കേൾപ്പിക്കേണ്ട ആ മഹാസംഭവം, പ്രകമ്പനങ്ങളുടെ ദിവസം, ആ വലിയ ഘോരമായ ശബ്ദത്തോടു കൂടി സംഭവിക്കുന്ന ആ സംഭവം, അത് ആ ദിവസം ജനങ്ങൾ
ഈയാമ്പാറ്റകളെ പോലെ ആകെ പ്രാണപ്പെട്ടുകൊണ്ട് ഓടുന്ന ദിവസം. ആ ദിവസം അന്ന് പർവ്വതങ്ങൾ പോലും തകർക്കപ്പെടും. അതുപോലെ വളരെ വലിയ മാറ്റങ്ങൾ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിലാകെ സംഭവിക്കുന്ന ദിവസമാണ്. രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? നന്മയുടെ തുലാസിൽ കരം തൂങ്ങണം. സൽക്കർമ്മങ്ങൾ കൂടുതലുണ്ടോ അവർക്കാണ് രക്ഷ. മോശപ്പെട്ട അന്ത്യം അത് ദുഷ്കർമ്മങ്ങൾ, പാപങ്ങൾ അധികരിച്ചവർക്കാണ് മോശപ്പെട്ട അന്ത്യം. അതുപോലെ തന്നെ നമ്മെ പരസ്പരമുള്ള മനുഷ്യരുടെ ആ പെരുമ കടിക്കൽ അത് നമ്മെ നാശത്തിലെത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു പറയുകയുണ്ടായി. പരസ്പരം നിങ്ങൾ പെരുമ നടിച്ചുകൊണ്ട് നാശത്തിലാവുകയാണ്. എന്നാൽ നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ അന്ന് നിങ്ങൾക്ക് അറിയാം, വഴി നിങ്ങൾ മനസ്സിലാക്കും, അല്ല വഴി നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾക്ക് ആ കൃത്യമായ ബോധം വരുന്ന ദിവസം, നരകം മുന്നിൽ കാണുന്ന ദിവസം, കണ്ടുകൊണ്ട് നോക്കി കാണുന്ന ദിവസം, ആ ദിവസം നിങ്ങൾക്ക് കൃത്യമായി ഇവിടുത്തെ ഓരോ അനുഭവങ്ങളെ കുറിച്ചും ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും കൃത്യമായ ചോദ്യമുണ്ട്. ഓരോന്നിനും കൃത്യമായ വിചാരണ നമുക്ക് നൽകേണ്ടി വരും. വിചാരണകൾക്ക് ഭയപ്പെട്ടത് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അതിന് ശുക്ർ ചെയ്യുന്ന കാര്യത്തിൽ, അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന കാര്യത്തിൽ വന്ന വീഴ്ചയെ കുറിച്ച്, അതുപോലെ ആ അനുഗ്രഹങ്ങൾ എന്തിനാണ് നാം ഉപയോഗിക്കുന്നത്? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലാണോ? അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് ആ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? അതല്ല ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണോ നാം ഇവിടെ ജീവിക്കുന്നത്? കൃത്യമായ ചോദ്യം അവിടെ ഉണ്ടാകും. അതിനെക്കുറിച്ച് നമുക്ക് ആ ബോധം നമ്മുടെ ജീവിതത്തിൽ നാം നിലനിർത്തേണ്ടതുണ്ട്. അള്ളാഹു നന്ദി ചെയ്യുന്നത് നാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ ദിവസത്തെ കുറിച്ച് അള്ളാഹു ആകാശത്തെ ചുരുട്ടുമെന്നും ആകാശഭൂമികളെ ചുരുട്ടിക്കൊണ്ട് അല്ലാഹു അനിൽ മലിക് അനിൽ മലിക്, ഞാനാണ് രാജാതിരാജൻ, ഐനൽ ജബ്ബാറൂൻ ഐന മുലൂകുൽ അർദ് ഐനൽ മുതകബ്ബിറൂൻ, എവിടെയാണ് സ്വേച്ഛാധിപതികൾ, എവിടെയാണ് അഹങ്കാരികൾ, ഭൂമിയിലെ രാജാക്കന്മാർ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ. വിശ്വാസം പറഞ്ഞു, അന്ന് ഉത്തരം പറയാൻ ആരും ഉണ്ടാവുകയില്ല. ലിമനിൽ മുൽകുൽ യൗം, ഇന്ന് ആർക്കാണ് അധികാരം എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനും എല്ലാം അടക്കി ഭരിക്കുന്നവനുമായ പരമാധികാരി അല്ലാഹുവിനാകുന്ന അധികാരമെന്ന് അല്ലാഹു തന്നെ അതിന് ഉത്തരം പറയുകയാണ്. ആ ദിവസം ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ ദുനിയാവിൽ അല്ലാഹുവിനെ നിഷേധിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ മുർസലീങ്ങളെ നിഷേധിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളെ പരിഹസിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ, താന്തോന്നികളായി ജീവിച്ച ആളുകൾ, അവരവിടെ ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ഇനി മറ്റൊരവസരം നൽകിയെങ്കിൽ എന്നൊക്കെ അവിടെ പറഞ്ഞു നോക്കുന്നത്. പക്ഷേ അതൊന്നും അവിടെ ഫലപ്പെടുകയില്ല. നേരെ മറിച്ച് ആ ദിവസം അന്ന് വിചാരണയുടെ ദിവസമാണ് കൃത്യമായിട്ട് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. യൗമഹും ബാരിസൂന ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ശൈഅ മുൽകുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അന്ന് വിചാരണയ്ക്ക് വേണ്ടി പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസമാണ്. ഒന്നും അല്ലാഹുവിനെ തൊട്ട് മറഞ്ഞു പോകുന്നില്ല. ആ ഗ്രന്ഥം ലഭിക്കുമ്പോൾ വിചാരണ ദിവസത്തിൽ കുറ്റവാളികൾ അത്ഭുതപ്പെടുമെന്നാണ്. മാലി ഹാദിൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, അല്ലേ? എന്താണ്? ഓരോന്നും കൃത്യമായിട്ട് രേഖയിൽ ഉണ്ടല്ലോ, വലുതും ചെറുതും ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് അവർ അന്താളിച്ചുകൊണ്ട് നോക്കുന്ന ദിവസം. യൗമഹും ബാരിസൂന ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ശൈഅ, അവരിൽ നിന്ന് ഒന്നും മറഞ്ഞു പോകുന്നില്ല. കൃത്യമായിട്ട് പ്രദർശിപ്പിക്കപ്പെടുകയാണ്, കർമ്മരേഖ കൊണ്ടുവരികയാണ്. ലിമനിൽ മുൽകുൽ യൗം, അന്ന് അധികാരമാർക്കാണ്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ആ ഏകനും സർവാധിപതിയുമായ അല്ലാഹുവിനാകുന്ന അധികാരം. അൽ യൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത് ലാ ദുൽമൽ യൗം ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, ഇന്നേ ദിവസം ഓരോ മനുഷ്യനും ഓരോ ആത്മാവിനും അത് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ലഭിക്കാൻ പോകുന്നത്. ലാ ദുൽമൽ യൗം, ഇന്ന് അക്രമമില്ല, അനീതിയില്ല, നീതിപൂർവമുള്ള വിചാരണയാണ്. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അല്ലാഹു അതിവേഗം വിചാരണ നടത്തുന്നവരാണ്. വൻദുറും യൗമൽ ആസിഫതി ദിൽ ഖുലൂബ് ലദിൽ ഹനാജിൽ കാളിമീൻ മാ ലിദ്ദാലിമീന മിൻ ഹമീം വലാ ശഫീഇ യുതാ, ആ ദിവസത്തെ കുറിച്ച് താക്കീത് ചെയ്യാൻ വേണ്ടി പറയുന്നു. അന്ന് ഹൃദയങ്ങൾക്ക് ഉറക്കുന്ന ദിവസമാണ്. ആ ഹൃദയം തൊണ്ടക്കുയിലെത്തുമാറ് അതിന്റെ അങ്ങനെയാണ് അള്ളാഹു വർണ്ണിച്ചിരിക്കുന്നത്. അത്രത്തോളം ആകെ ബേജാറായി പോകുന്ന, അന്താളിച്ചു പോകുന്ന ദിവസമാണിത്.
അന്ന് അക്രമികളെ സഹായിക്കാൻ ഒരു ഉറ്റ ബന്ധുവോ അല്ലെങ്കിൽ ശുപാർശകളോ അവർക്കില്ല. അള്ളാഹു കണ്ണുകളുടെ കട്ടുനോട്ടവും മനസ്സുകൾ ഒളിപ്പിച്ചു വെച്ചതും അള്ളാഹു അറിയുന്നു. അള്ളാഹു കൃത്യമായ സത്യപൂർവ്വം സത്യസന്ധമായ വിധി നടപ്പിലാക്കുന്നു. അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ ഒന്നും തന്നെ വിധിക്കുന്നില്ല. അള്ളാഹുവാണെല്ലാം കേൾക്കുന്നവനും കാണുന്നവനും. ഈ ആയത്തുകളൊക്കെ സഹോദരങ്ങളെ സഹോദരികളെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതുണ്ട്. കണ്ണുകളുടെ കട്ടുനോട്ടവും മനസ്സുകൾ ഒളിപ്പിച്ചു വെക്കുന്നതും അള്ളാഹു അറിയുന്നു എന്ന ബോധം നാം ജീവിതത്തിൽ നിലനിർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ, അള്ളാഹു നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധം, ഞാൻ ഈ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക്, പറയുന്ന കാര്യങ്ങൾക്ക്, ചെയ്യുന്ന കാര്യങ്ങൾക്ക്, എന്റെ ഇടപാടുകൾക്ക്, എന്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക്, ജനങ്ങളുമായുള്ള ബന്ധത്തിന്, എന്റെ രഹസ്യ ജീവിതത്തിലും പരസ്യത്തിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അവിടെ കൃത്യമായ വിചാരണയുണ്ടെന്ന ആ ബോധം, അത് നമ്മെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആ സൂക്ഷ്മതയിലേക്ക് നയിക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നു, അതിക്രമകാരികൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അശ്രദ്ധനാണെന്ന് വിചാരിച്ചു പോകേണ്ട. അല്ലെ, പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ അക്രമങ്ങളൊക്കെ ചെയ്യുമ്പോ അള്ളാഹു എന്താണെന്നും ചെയ്യാത്തവരെ എന്താണ് അള്ളാഹു നടപടി എടുക്കാത്തത്? അതിനുള്ള മറുപടി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിക്രമകാരികളുടെ പ്രവർത്തനത്തെ തൊട്ട് അള്ളാഹു അശ്രദ്ധനാണെന്ന് വിചാരിച്ചു പോകരുത്. കണ്ണു തള്ളിപ്പോകുന്ന ഭയാനകമായ ദിവസത്തേക്ക് അള്ളാഹു അവരെ മാറ്റിവെച്ചിരിക്കുകയാണ്, അതിന് കാത്തിരിക്കുകയാണ്. ആഗ്രഹരായിക്കൊണ്ട്, കണ്ണു താഴ്ത്തിക്കൊണ്ട്, തല താഴ്ത്തിക്കൊണ്ട്, അതുപോലെ മനസ്സ് ശൂന്യമായ രൂപത്തില് എന്താണ് ചെയ്യേണ്ടതെന്നോ പറയേണ്ടതെന്നോ അറിയാത്ത രൂപത്തിൽ അന്ന് അവരവിടെ കൊണ്ടുവരപ്പെടും. ആ ശിക്ഷ വരുന്ന ദിവസത്തെ കുറിച്ച് ജനങ്ങൾക്ക് നീ താക്കീത് ചെയ്യുക. അക്രമകാരികൾ എന്ന് പറയും, അല്ലാഹുവേ വളരെ കുറച്ച് സമയത്തേക്ക് ഞങ്ങൾക്ക് ഒരു അവസരം തരണം. നിന്റെ ആഹ്വാനത്തിന് ഞങ്ങൾ ഉത്തരം ചെയ്യാം. നിന്റെ പ്രവാചകന്മാരെ ഞങ്ങൾ അംഗീകരിച്ചു കൊള്ളാം. ആ പ്രവാചകന്മാരുടെ സന്ദേശം ഞങ്ങൾ അംഗീകരിച്ചു കൊള്ളാം. അവിടെ ചോദിക്കുന്നത്, ഇതൊന്നും നീങ്ങിപ്പോകാതെ നിങ്ങൾ അവിടെ എന്നൊന്നും വസിക്കുന്നവരാണെന്ന രൂപത്തിലല്ലേ നിങ്ങൾ മുമ്പ് ജീവിച്ചത്? ഇനി ഒഴിവ് പറയേണ്ട സമയമില്ല. നിങ്ങൾ അതിക്രമകാരികളുടെ താമസ സ്ഥലങ്ങളിൽ താമസിച്ചവരാണ്, അവരുടെ നാടുകളിൽ നിന്ന് ജീവിച്ചവരാണ്. അള്ളാഹു അവരെന്ത് ചെയ്തു എന്ന അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിച്ചവരാണ്. അതുപോലെ തന്നെ ആ ആളുകളെ കുറിച്ച് അള്ളാഹു കൃത്യമായി വിശദീകരിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയവരാണ്. അള്ളാഹു പറയുന്നു, അവരൊരു കുതന്ത്രം പ്രയോഗിച്ചു. അള്ളാഹുവിന്റെ അടുക്കലാണ് കുതന്ത്രം, എന്നാൽ പർവ്വതങ്ങൾ നീങ്ങിപ്പോകാൻ മാത്രമൊന്നും കുതന്ത്രം അവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല. അള്ളാഹു അവന്റെ മുർസലീങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കുകയില്ല. ലംഘിക്കുമെന്ന് നീ വിചാരിച്ചു പോകരുത്. അള്ളാഹു പ്രതാപശാലിയും അള്ളാഹു പ്രതികാര നടപടി സ്വീകരിക്കുന്നവരുമാകുന്നു. ആ ദിവസത്തെ ഓരോ സംഭവ വികാസങ്ങളും അള്ളാഹു ഇങ്ങനെ വിശുദ്ധ ഖുർആൻ നമുക്ക് കൺമുന്നിൽ കാണുന്നത് പോലെ കൃത്യമായിട്ട് വിശദീകരിച്ചു തരുന്നുണ്ട്. ആ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട്. അതേ ദിവസം സത്യനിഷേധികളെ കൊണ്ടുവരുന്നതും അവർക്ക് നരകത്തിൽ നൽകുന്ന ശിക്ഷകളും നരകത്തിൽ നൽകുന്ന വസ്ത്രങ്ങളും അതുപോലെ തന്നെ അവർക്ക് ആ ദിവസം അവർ കുറ്റമേറ്റു പറയുന്നതെല്ലാം അള്ളാഹു കൃത്യമായി സൂചിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഏ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. അന്ത്യനാളിന്റെ ആ പ്രകമ്പനമുണ്ടല്ലോ, അന്ന് നടക്കുന്ന ആ മഹാസംഭവം ഉണ്ടല്ലോ, അത് വളരെ ഗൗരവമേറിയതാണ്. നിങ്ങളത് കാണുന്ന, കൺമുന്നിൽ കാണുന്ന ആ സന്ദർഭത്തിലുണ്ടല്ലോ,
തന്റെ കുഞ്ഞിനെ മുലയൂട്ടുന്ന ഉമ്മമാര് പോലും ആ കുഞ്ഞുങ്ങളെ തുടാസക്തരായി പോകും. ഗർഭിണികളൊക്കെ പ്രസവിച്ചു പോകും. ജനങ്ങൾക്ക് ഒരു തരം ലഹരി ബാധിച്ചതുപോലെ എനിക്ക് തോന്നും. അവർക്ക് ലഹരി ബാധിച്ചതല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണ് കേട്ടോ ജനങ്ങളെ എന്ന് അള്ളാഹു നമ്മെ ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. സത്യവിശ്വാസികളെ, ഇതെല്ലാം വെറുതെ നമ്മെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല, നേരെ മറിച്ച് യാഥാർത്ഥ്യങ്ങളാണ്, നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ്. ഈ ലോകത്ത് ഇതെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം ഈ ലോകത്തെ അവസാനിപ്പിക്കുമെന്നും പിന്നീട് ആ അന്ത്യനാൾ ഖിയാമത്ത് നാൾ സംഭവിച്ച ശേഷം അതിനുശേഷം നടക്കുന്ന വിചാരണ നാൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സത്യവിശ്വാസികൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അല്ലാത്തവർക്ക് വിശ്വസിക്കാൻ നിരവധി തെളിവുകൾ ഈ നമുക്ക് ചുറ്റുമുണ്ട്. വിശുദ്ധ ഖുർആനിലുണ്ട്, പ്രവാചക വചനങ്ങളുണ്ട്. അതിൽ നാം പഠന വിധേയമാക്കേണ്ടതുണ്ട്. അതിനെ സൂക്ഷിച്ചുകൊണ്ട് നാം ജീവിക്കേണ്ടതുണ്ട്. ജീവിതം നാം കൃത്യമായി സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആ ദിവസത്തെ ഓർത്തുകൊണ്ട് പ്രവർത്തനങ്ങളും നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതവും ചിട്ടപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അന്ത്യനാൾ വന്നെത്തുമ്പോൾ ഫരീഖുൽ ജന്നോ ഫരീഖുൽ സഈർ എന്ന് പറയുന്ന ഒരു വിഭാഗം ശാശ്വതമായ സ്വർഗ്ഗത്തിൽ വിജയികളായി മാറുകയും ഒരു വിഭാഗം നരകത്തിൽ പരാജിതരായി പോവുകയും ചെയ്യുന്ന ദിവസം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു നിന്ന് ആ റഹ്മാനായ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ദാറുസ്സലാമിൽ ആ സമാധാനത്തിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിനെ മറന്നുകൊണ്ട് താന്തോന്നികളായി ജീവിച്ച് ഈ ലോകത്ത് ഒരു അള്ളാഹുവിന്റെ നിയമങ്ങളെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് തെമ്മാടികളായി ജീവിച്ചു പോകുന്ന ആളുകൾ, അവര് പരാജിതരായി പോകുന്ന ആ ശാശ്വതമായ നരകീയ ജീവിതത്തിൽ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم انا نسألك الجنة ونعوذ بك من النار. اللهم انا نسألك الجنة ونعوذ بك من النار. اللهم انا نسألك الجنة ونعوذ بك من النار. واخر دعوانا الحمد لله رب العالمين وصلى الله على نبينا محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله.